അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഒരു ഓപ്പൺ സ്റ്റേജ് പരിപാടിയിൽ പരിശുദ്ധമായ റമളാനിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, റമളാനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതായത് റമളാൻ മുന്നൊരുക്കം എന്ന നിലയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ നമ്മളിലേക്ക് പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. അപ്പോൾ ആ കടന്നു വരുന്ന റമളാനിനെ എങ്ങനെയാണ് നല്ലതുപോലെ സ്വീകരിക്കേണ്ടത്, പ്രയോജനപ്പെടുത്തേണ്ടതെന്നൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ പ്രഭാഷണത്തിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. പലരും ചോദിക്കാൻ തുടങ്ങി, ഉസ്താദെ, എന്നാണ് 2025 റമളാൻ തുടങ്ങുന്നത്? റമളാൻ 1 എന്നാണ്. പരിശുദ്ധമായ റമളാൻ ഈ വരുന്ന ശനിയാഴ്ച മഗ്‌രിബോടുകൂടി, അതായത് മാർച്ച് 1-ാം തീയതി ശനിയാഴ്ച, പരിശുദ്ധമായ ശഅബാൻ 29 അന്ന് മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ, ഞായറാഴ്ച പുണ്യമായ റമളാൻ 1 നമ്മൾ പ്രവേശിക്കുന്നു. റമളാൻ 1 പകലാണ്. ഇനി വരുന്ന ശനിയാഴ്ച മാർച്ച് 1-ാം തീയതി മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടില്ല എങ്കിൽ ഞായറാഴ്ച ശഅബാൻ 30 പൂർത്തിയാക്കി മാർച്ച് 3-ാം തീയതി തിങ്കളാഴ്ച വിശുദ്ധമായ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, ഏകദേശം ഒന്നുകിൽ ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആയിരിക്കും വിശുദ്ധമായ റമളാൻ. അല്ലാഹു തആല ആഫിയത്തോടെ, ആരോഗ്യത്തോടെ ആ റമളാനിലേക്ക് നമ്മളെ എത്തിക്കുകയും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 2025 റമളാൻ 1 മാർച്ച് 2-ാം തീയതി ഞായറാഴ്ചയാണ്. ഈ ഒരു വിവരം എല്ലാവർക്കും എത്തിക്കുക. അങ്ങനെ ആദ്യം റമളാനിൻ്റെ 1-ാമത്തെ ദിനം ഏതാണെന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന മെസ്സേജൊക്കെ ഇനി വരാൻ തുടങ്ങും. അതൊക്കെ വെറുതെയാണ്. പലരും ഇപ്പോൾ വാട്സപ്പിലൂടെ, ഇപ്പോൾ ബറാഅത്ത് രാവിലുണ്ടായി, ബറാഅത്ത് രാവ് അത് ഇന്നാലിന്ന ദിവസമാണ്, ഈ മെസ്സേജ് മറ്റുള്ള 15 പേർക്ക് അയച്ചു കൊടുക്കുന്നവർക്ക് നരകം ഹറാമാണ്. ഇതേത് ആരുണ്ടാക്കിയെന്നറിയില്ല. റമളാനാകുമ്പോൾ അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വരും. തുടക്കം തന്നെ പറയുകയാണ്, അതൊക്കെ വെറുതെ അടിച്ചിറക്കുന്നതാണ്. അങ്ങനെ ഒരു സംവിധാനം ഇസ്ലാമിലില്ല, അത് ഇസ്ലാമിലില്ല. പറഞ്ഞു വന്നത്, വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് വരികയാണ്. നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് ഒരാൾ മടങ്ങി വരുമ്പോൾ അയാളെ സ്വീകരിക്കാൻ വേണ്ടി അയാളുടെ ഭാര്യ എത്രമാത്രം സന്തോഷത്തോടെ, എത്രമാത്രം ആഹ്ലാദത്തോടെ കാത്തിരിക്കുമോ, അയാളുടെ മാതാവ് എത്രമാത്രം കാരുണ്യത്തോടെ അയാളെ കാത്തിരിക്കുമോ, അയാളുടെ പിതാവ് എത്രമാത്രം അനുകമ്പയോടെ അയാളെ കാത്തിരിക്കുമോ, അയാളുടെ മക്കൾ എത്രമാത്രം സന്തോഷത്തോടെ അയാളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുമോ, അതുപോലെ സന്തോഷത്തോടെ, അതുപോലെ സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, ആഗ്രഹത്തോടെ നമ്മളെല്ലാവരും റമളാനിനെ കാത്തിരിക്കണമെന്നാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമളാൻ, ആ റമളാനിൻ്റെ വരവ്, ആ റമളാനിൻ്റെ വരവിൽ തന്നെ സന്തോഷിക്കുന്ന ആളുകൾ, ആ റമളാനിൻ്റെ വരവിൽ തന്നെ സന്തോഷിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഓഫറുകൾ, ഒരുപാട് പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 11 മാസക്കാലത്തിന് മുമ്പ് നമ്മളോട് സലാം പറഞ്ഞ് വിട പറഞ്ഞു പോയ റമളാൻ ഇതാ നമ്മുടെ തൊട്ട് അരികെ എത്തിയിരിക്കുകയാണ്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ, അന്ത്യദിനത്തെ കൊണ്ട് വിശ്വസിക്കുന്നവനാണെങ്കിൽ, ഫൽ യുക്രിം വൈഫഹു, അവൻ്റെ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ. നമ്മളൊക്കെ അതിഥികളെ ബഹുമാനിക്കുന്നവരാണ്. ഈ സദസ്സ് ഇതൊരു കുടുംബമാണ്. ഈ കുടുംബത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്നവരാണ് ഈ സ്റ്റേജിലിരിക്കുന്ന ഉസ്താദുമാരും സയ്യിദന്മാരും, ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആളുകളും. അവരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ, അല്ലെ, സയ്യിദന്മാർ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്നു, ഉസ്താദുമാർ വരുമ്പോൾ കൈപിടിച്ച് നമ്മൾ സ്വീകരിക്കുന്നു. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കാനുള്ള കസേര സംവിധാനങ്ങൾ ചെയ്തു തരുന്നു. അതെന്താണ്? അതിഥികളാകുന്ന നിങ്ങളെ ഇതിൻ്റെ സ്വാഗത സംഘം അവരെ സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാർ,
അവർ അതിഥികളാണ്, വിരുന്നുകാർ. അവരെ സ്വീകരിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. എന്നാൽ നമ്മളിലേക്ക് ഈ വരുന്ന ഞായറാഴ്ചയോ, ഈ വരുന്ന മാർച്ച് മാസം 2-ാം തീയതി ഞായറാഴ്ചയോ, മാർച്ച് മാസം 3-ാം തീയതി തിങ്കളാഴ്ചയോ നമ്മളിലേക്ക് കടന്നു വരുന്ന വിശുദ്ധമായ റമളാൻ, ആ റമളാൻ അതിഥിയാണ്. കഴിഞ്ഞ 2 മാസക്കാലമായി നമ്മൾ തുരുതുരാ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ, റമളാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ എന്ന് നമ്മളിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ വികാരവും വിചാരവും വിശപ്പും ദാഹവും എല്ലാം വെടിയേണ്ടി വരും. പകൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞിട്ടും ലോകത്തിലെ 250 കോടി മുസൽമാൻ അവർ 2 മാസക്കാലം തുടർച്ചയായി ദുആരക്കുന്നു, വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്ന്. അല്ലേ? മുസൽമാന് അറിയാം, മുസ്ലിമീങ്ങൾക്കറിയാം. ഇപ്പോൾ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത്, തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം എന്നോടിങ്ങനെ ജുമാക്ക് മുമ്പുള്ള പ്രഭാഷണത്തിൻ്റെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതാ ഇന്ന് രാവിലെ അദ്ദേഹത്തെ ഒരു ക്രിസ്ത്യൻ സഹോദരൻ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഉസ്താദെ, നിങ്ങളുടെ നോമ്പ് റംസാൻ നോമ്പ് എപ്പോഴാണ് തുടങ്ങുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ഒന്നുകിൽ റമളാൻ, ഒന്നുകിൽ ഈ വരുന്ന മാർച്ച് മാസം 2-ാം തീയതിയോ 3-ാം തീയതിയോ ആയിരിക്കും നോമ്പ് തുടങ്ങുക. ആ സമയത്ത് ആ സഹോദരൻ പറഞ്ഞത്, ഞങ്ങൾ ക്രൈസ്തവരുടെ നോമ്പും തുടങ്ങുന്നത്, അവർക്ക് 50 നോമ്പുണ്ടല്ലോ, ആ 50 നോമ്പ് ഞങ്ങൾക്ക് തുടങ്ങുന്നതും ഈ മാർച്ച് മാസത്തിൽ തന്നെയാണ്. അപ്പോൾ ക്രൈസ്തവരുടെയും മുസൽമാൻ്റെയും നോമ്പ് ഈ മാർച്ച് മാസത്തിൽ നടക്കുകയാണ്. പക്ഷെ അവരുടെ നോമ്പല്ല നമ്മുടെ നോമ്പ്. ലോകത്ത് കഴിഞ്ഞുപോയ ഏതൊക്കെ സമുദായമുണ്ടായിരുന്നോ അവർക്കൊക്കെ അല്ലാഹു തആല ഒരുപാട് തരത്തിലുള്ള നോമ്പുകൾ കൊടുത്തിരുന്നു എന്നാണ്. ക്രൈസ്തവരുടെ നോമ്പ് എങ്ങനെയാ? അവർക്ക് ഇറച്ചി, മീന്, മുട്ട കഴിക്കാൻ പാടില്ല, ബാക്കിയൊക്കെ കഴിക്കാം. അതാണ് അവരുടെ നോമ്പ്, അത് അവരുടെ വിശ്വാസമാണ്, അതങ്ങനെ ആവട്ടെ. പക്ഷെ മുസൽമാൻ അവരങ്ങനെയല്ല. 250 കോടി വരുന്ന മുസൽമാൻ അവരുടെ 13.5 മണിക്കൂർ പകൽ, ആ പകൽ സുബഹി നമസ്കാരത്തിന് ശേഷം സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നത് മുതൽ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള ടൈം, അല്ലേ, ഈ നമുക്ക് ഏകദേശം 13.5 മണിക്കൂറായിരിക്കും, 13-13.5 മണിക്കൂറായിരിക്കും ഈ വർഷം ഉണ്ടാവുക നോമ്പ്. അമേരിക്കയിലെ ചില ദ്വീപുകൾ, അതുപോലെ തന്നെ നോർവേ, ഫിൻലാൻഡ്, ഐസ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നോമ്പ് പല രാജ്യങ്ങളിലും വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസമുണ്ടെങ്കിൽ പോലും നോമ്പുകാരായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, അതൊക്കെ നമുക്കറിയാം. എന്നിട്ടും നമ്മൾ 2 മാസം തുടർച്ചയായി ദുആരക്കുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. 11 മാസവും നിരന്തരം ഓടി 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 തളർന്ന ഒരു വാഹനം, അതിൻ്റെ എൻജിൻ പണിമുടക്കി, അതിൻ്റെ ഓയിലുകളെല്ലാം തീർന്നു. എന്നിട്ട് 1 മാസം അതിതാ ടെസ്റ്റിന് വേണ്ടി കയറ്റിയിരിക്കുകയാണ്, റിപ്പയറിങ്ങിന് വേണ്ടി കയറ്റിയിരിക്കുകയാണ് എന്നതുപോലെയാണ് 11 മാസക്കാലം നമുക്ക് ഹറാമ് പലപ്പോഴും നമ്മൾ നോക്കാറില്ല. നമ്മൾ അതുപോലെ തന്നെ മോശത്തരങ്ങൾ നോക്കാറില്ല. ഹറാമാവട്ടെ ഹലാലാവട്ടെ, നമ്മുടെ നാവിനെയോ നമ്മുടെ നോക്കിനെയോ നമ്മുടെ പോക്കിനെയോ ഒന്നിനെയും ശ്രദ്ധിക്കാതെ ഒരു അഴിഞ്ഞാട്ട് ജീവിതം പോലെ പലരും നടന്നിരുന്നു. അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി മുതൽ കൃത്യമാക്കണേ ജീവിതം. ആ ഒരു വിളംബരവുമായിട്ടാണ് പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവേ, ആ റമളാനിലേക്ക് പാവപ്പെട്ട ഞങ്ങളെ എല്ലാവരെയും നീ എത്തിക്കുകയും അതിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് തരുകയും ചെയ്യണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യമീ വാസരം പൂക്കും മഹൽ ഗുണം, പുണ്യങ്ങളെല്ലാം തളിർത്ത സൗഗന്ധികം, പുലരിയിൽ തൊട്ടു പ്രദോഷം വരെ നല്ല പുണ്യമാം നോമ്പിൻ സുഗന്ധമേന്തിയേ, കാരുണ്യമേകുന്ന 10 ദിനങ്ങളും പാപം പൊറുക്കുന്ന 10 ദിനങ്ങളും, സ്വർഗീയ ലോക പ്രവേശം ചൊരിയുന്ന അവസാന 10-ലെ നോമ്പിൻ സുഗന്ധവും, മുത്ത് നബീതൻ മുസല്ലയിൽ നാഥന്റെ മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ചോദിച്ചു പ്രാർത്ഥിച്ച റമളാൻ നിലാവിലെ യാമസൗരഭ്യം വിടർത്തും വസന്തമേ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ
ഫീ കിതാബില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ സംവിധാനിച്ച സമയം മുതൽ അമേരിക്കക്കാരന്റെ സംവിധാനമല്ല, യൂറോപ്യൻകാരന്റെ സംവിധാനമല്ല, വർഷങ്ങൾക്ക് മുമ്പ്, കോടാനു വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവേ നീ എപ്പോഴാണോ ഈ ലോകത്തെ സംവിധാനിച്ചത് ആ സമയം മുതൽ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളുടെ എണ്ണം 12 ആക്കിയിരിക്കുകയാണ്. എന്നിട്ടോ ആ 12 മാസങ്ങളുണ്ടല്ലോ, ആ 12 മാസങ്ങളിൽ ഒരു മാസത്തെയാണ് അല്ലാഹു പേരെടുത്തു പറയുന്നത്, ശഹ്റു റമളാൻ, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ പരിശുദ്ധമായ ശഅബാൻ നമ്മളോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. പുണ്യമായ റമളാൻ കടന്നു വരികയാണ്. ആ റമളാൻ അല്ലാഹുവേ, ആ റമളാനിൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിനെ ഇറക്കാൻ തിരഞ്ഞെടുത്തത്. 12 മാസമുണ്ട്. ആ 12 മാസത്തിൽ 11 മാസത്തെയും മാറ്റി നിർത്തിയിട്ട് റമളാനിനെയാണ് വിശുദ്ധമായ ആ ഖുർആനിന്റെ അവതരണത്തിന് വേണ്ടി അല്ലാഹു തആല മാറ്റിവെച്ചത്. അല്ലേ? ഖുർആൻ, റമളാൻ, അത് രണ്ടും അത്ഭുതമാണ്. ഖുർആനും റമളാനും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്നാണ്. ഖുർആനും റമളാനും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അൽ ജന്നത്തു മുഷ്താഖത്തുൻ ഇലാ 4 നഫർ. വിശുദ്ധമായ റമളാനിൽ നമുക്ക് സ്വർഗ്ഗം നമ്മൾ ചോദിക്കുന്നുണ്ട്. റമളാനിൽ ആ സ്വർഗ്ഗം നേടിയെടുക്കാനുള്ള 4 കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിക്കുന്നത്. അൽ ജന്നത്തു മുഷ്താഖത്തുൻ ഇലാ 4 നഫർ. 4 വിഭാഗം ആളുകളെ സ്വർഗ്ഗം കാത്തിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞതിൻ്റെ ആദ്യത്തെ രാത്രിയിൽ, പ്രഥമ രാത്രിയിൽ മണിയറയിൽ കൂടാൻ, മണിയറയിൽ പുതിയാപ്പിള പുതിയ പെണ്ണിനെ കാത്തിരിക്കുന്നത് പോലെ, പുതിയ പെണ്ണ് പുതിയാപ്പിളയെ കാത്തിരിക്കുന്നത് പോലെ നമ്മളാകുന്ന പുതിയാപ്പിളമാരെ, നമ്മളാകുന്ന പുതിയ പെണ്ണുമാരെ കഥാ കാത്തിരിക്കുകയാണ് സ്വർഗം. എങ്ങനെയുള്ള ആളുകളെയാണ്? 4 വിഭാഗം ആളുകളെ. എന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗം കാത്തിരിക്കുന്ന 1ാമത്തെ വിഭാഗം അത് താലിൽ ഖുർആൻ, ഖുർആൻ ഓതുന്നവരാണ്, ഖുർആനിനെ നെഞ്ചിലേക്ക് പിടിക്കുന്നവരാണ്. അവരാരാണ്? പരിശുദ്ധമായ സ്വർഗം കാത്തിരിക്കുന്നവരാൻ. ശഹ്റു റമളാൻ ശഹ്റുൽ ഖുർആൻ. റമളാൻ എന്നാൽ അത് ഖുർആനിന്റെ മാസമാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പല സ്ഥലത്തും പറയുന്നുണ്ടല്ലോ ഖുർആനിന്റെ ആ ഒരു മാസ്മരികത, ഖുർആനിന്റെ ശ്രേഷ്ഠത. റമളാനിലാണ് അല്ലാഹു ഖുർആനിനെ ഇറക്കിയത്. അതുകൊണ്ട് തന്നെ റമളാനിൽ ഒരു വട്ടമെങ്കിലും പരിശുദ്ധമായ ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യണമെന്നുള്ള ദൃഢനിശ്ചയം ഈ സദസ്സിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. പലരുമൊക്കെ ഖുർആൻ ഓതണമെന്ന് കരുതും. ആദ്യത്തെ 1-2 ദിവസം ഭയങ്കര ഈമാനായിരിക്കും. ഖുർആൻ താഴെ വെക്കൂല. പിന്നെ പതിയെ അത് കുറഞ്ഞു വരുന്നൊരവസ്ഥയുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്സിയാമു വൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ നോമ്പും യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ, അത് പരിശുദ്ധമായ ഖിയാമത്ത് നാളിൽ അല്ലാഹുവേ എല്ലാവരെയും വിചാരണയ്ക്ക് വേണ്ടി നിർത്തുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് ആ പരിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ ആ നോമ്പും നമുക്ക് ശഫാഅത്ത് ചെയ്യുന്നതാണ്. ആർക്കാണ് ശഫാഅത്ത് കിട്ടുക? നോമ്പിന്റെ ശഫാഅത്ത്, ഖുർആനിന്റെ ശഫാഅത്ത് അത് ആർക്കാണ് കിട്ടുക? നബി തങ്ങൾ പറയുന്നു, യഖൂലു സിയാം, നോമ്പ് പറയുമെന്നാണ്. നോമ്പ് എന്താ പറയുന്നത്? ഐ റബ്ബി ഇന്നി മനഅതുഹു തുആമ വശഹവാത് ബിന്നഹാർ. അല്ലാഹുവേ, ഇന്നാലിന്ന മനുഷ്യൻ അയാള് പകലിൽ എന്നെ അനുഷ്ഠിച്ചവനാണ്, നോമ്പാകുന്ന എന്നെ പിടിച്ചവനാണ്, നോമ്പാകുന്ന എന്നെ അനുഷ്ഠിച്ചവനാണ്. ഇവന്റെ മുന്നിൽ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, ആരും കാണാതെ ഇവനിക്ക് ഭക്ഷണം കഴിക്കാമായിരുന്നു. അങ്ങനത്തെ പല അവസരങ്ങളും വന്നിരുന്നു. പക്ഷേ നിന്നെ ഭയന്നുകൊണ്ട് ഇവൻ എന്നെ മുറുകെ പിടിച്ചവനാണ്. അതുകൊണ്ട് അല്ലാഹ് ഇവനിക്ക് വേണ്ടി ഞാൻ ശഫാഅത്ത് ചെയ്യുകയാണെന്ന് നമുക്ക് വേണ്ടി നാളെ ആഖിറത്തിൽ നമ്മൾ പിടിക്കുന്ന നോമ്പ് ശഫാഅത്ത് ചെയ്യണം. ആ ഗണത്തിൽ അല്ലാഹു നമ്മളെ
ഉൾപ്പെടുത്തുമാറാവട്ടെ. പിന്നെയോ വിശുദ്ധമായ ഖുർആൻ പറയും, യഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും. എന്താണ് പറയുന്നത്? റബ്ബി മനഅതുഹുൻ നൗമ ബില്ലൈൽ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ നമുക്ക് വേണ്ടി അവിടെ ശുപാർശ ചെയ്യും. എന്താണ് ഖുർആൻ പറയുന്നത്? അല്ലാഹുവേ, പടച്ചവനെ, ഇവൻ എന്നെ ഓതിയവനാണ്, ഉറക്കം നിന്ന് എന്നെ ഇവൻ ഓതിയവനാണ്. അത് തറാവീഹ് നമസ്കാരത്തിലൂടെ, അതുപോലെ തഹജ്ജുദ് നിസ്കാരത്തിലൂടെ, ഖത്മുൽ ഖുർആനിലൂടെ, ഈ റമളാനിൽ മാത്രമല്ല മറ്റു മാസങ്ങളിൽ നമ്മൾ ഖുർആൻ ഓതുന്നവരാണല്ലോ. ആ ഖുർആൻ നാളെ ആഖിറത്തിൽ വെച്ച് നമുക്ക് ശഫാഅത്ത് ചെയ്യുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വീണ്ടും നബി തങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഖുർആൻ, ആ ഖുർആൻ എന്താണ്? ഫഇന്നഹു യഅതിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഖുർആൻ വരുന്നതാണ്. ശഫീഅൻ ലി അസ്ഹാബിഹി, ഈ ഖുർആനിനെ ആരാണോ നെഞ്ചോട് ചേർത്തത്, ഈ ഖുർആനിനെ ആരാണോ പാരായണം ചെയ്തത്, അവന്റെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി ഖുർആൻ അവിടെ വരുന്നതാണ്. എന്നിട്ട് അല്ലാഹുവോട് സംസാരിക്കുന്നതാണ്. അല്ലേ? അല്ലാഹ്, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ വീട്ടിലൊക്കെ എത്രയോ ഖുർആൻ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ ഒരുപാട് ഖുർആൻ ഉണ്ടാവും അല്ലേ? ഷോക്കേസിൽ 1-2 ഖുർആൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഉംറ കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നത് അവിടെ വെച്ചിട്ടുണ്ടാകും. പിന്നെയോ ഈ മുഹമ്മദ് കുട്ടി ആൻഡ് സൺസിൻ്റെ പഴയ ഖുർആൻ അതും ഉണ്ടാകും. അതല്ലാത്ത റസ്മു ഉസ്മാനിയുടെ ഖുർആൻ അതും ഉണ്ടാകും. ഒരുപാട് ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ടാകും. പക്ഷെ നമ്മൾ ഓതുന്നത് ഒരൊറ്റ ഖുർആനിൽ നിന്നായിരിക്കും അല്ലേ? നമുക്ക് പറ്റിയൊരു ഖുർആൻ ഉണ്ടാകും, അതിൽ നിന്നേ ഓതാറുള്ളൂ. പക്ഷെ ചില പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ എത്ര 3 ഖുർആൻ, ഇപ്പം നമ്മുടെ മക്കൾ മദ്രസയിൽ കൊണ്ടുപോകുന്ന ചിലപ്പോൾ 1 ജുസിൻ്റെ 2 ജുസിൻ്റെ ഒക്കെ ഖുർആൻ ഉണ്ടാകും. നമുക്ക് പറ്റുന്ന സമയത്ത് ആ ഖുർആനുകളെല്ലാം മാറി മാറി ഓതണം. ഖുർആനിലെല്ലാം ഒന്ന് തന്നെ, ഖുർആനെല്ലാം ഒന്ന് തന്നെ. പക്ഷേ ആ ഖുർആൻ, ഇപ്പോൾ ഒരു ഖുർആൻ നമ്മൾ ഓതി, അത് മാറ്റി പിന്നെ ഓതുമ്പോൾ അടുത്ത ഖുർആൻ എടുത്ത് ഓതണമെന്നാണ്. ആ എല്ലാ ഖുർആനും നമ്മളിങ്ങനെ മാറി മാറി ഓതണം. അപ്പം എന്താ നമുക്കതിൻ്റെ ഗുണം എന്താണ്? നാളെ ആഖിറത്തിൽ ഈ ഖുർആൻ നമുക്ക് ശഫാഅത്ത് നിൽക്കുന്ന സമയത്ത് ആ ശഫാഅത്തിന് അല്പം കനം കൂടുമെന്നാണ്. എല്ലാ ഖുർആനും പറയുമെന്നാണ്, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഇവനാണ് എന്നെ ഓതിയവനെന്ന് പറയുമെന്നാണ് വിശുദ്ധമായ ഖുർആൻ. അതെന്താ അത്ഭുതമാണ്. ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത്, ജാമിയ ബദ്രിയ അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അവിടെ ലൈബ്രറിയിൽ ഒരു അറബി മാസിക കണ്ടു. അത് വെറുതെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ അതിലുള്ള ഒരു സംഭവം, അതായത് 1980, ഞാൻ പറയുന്നത് വേറൊന്നുമില്ല, ഖുർആൻ അതൊരു അത്ഭുതമാണ്, അജബനാണ്. അതായത് 1980കളിൽ അമേരിക്കയിലെ കാലിഫോർണിയയിൽ അവിടെ വലിയൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ഈ ട്രെയിനിങ്ങിന് വേണ്ടി ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ അവിടെ ഹോസ്പിറ്റലിൽ വരാറുണ്ട് ട്രെയിനിങ്ങിന് വേണ്ടി. അങ്ങനെ ആ വർഷത്തെ ഇൻ്റർവ്യൂവിന് ഒരുപാട് ആളുകൾ പാസ്സായി. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ പല രൂപത്തിലും പല വേഷത്തിലും പല കോലത്തിലും പല ആളുകളും ഈ ഹോസ്പിറ്റലിൽ വരികയാണ്. എന്തിന്? ഈ ട്രെയിനിങ്ങിന് വേണ്ടി. അങ്ങനെ ഈജിപ്തിൽ നിന്നും ഒരു മുസ്ലിമായ ഒരു ഡോക്ടർ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും അവിടെ വന്നു. അപ്പോൾ ഇവർക്ക് എല്ലാം ക്ലാസ് എടുക്കുന്ന ഒരു പ്രൊഫസറുണ്ട്. അയാൾ സത്യം പറഞ്ഞാൽ നിരീശ്വരവാദിയാണ്. അയാൾക്ക് ഒരു മതത്തെയും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അമേരിക്കന്മാർ മനസ്സിലാക്കിയിരുന്നത് മൊത്തം തീവ്രവാദം, ഭീകരവാദം, അത് അവർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് മാറിയിട്ടോ, ഇന്നതൊക്കെ മാറി. ഇസ്ലാമിൻ്റെ സുന്ദരമായ വിശുദ്ധമായ ഖുർആൻ ഓതുന്ന, വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന എത്രയോ കോളേജുകളും എത്രയോ സംവിധാനങ്ങളും, എന്തിനേറെ നമ്മുടെ സമസ്ത കേരള, നമ്മുടെ സമസ്തയുടെ തന്നെ എത്രയോ പ്രവർത്തകർ, ഹുദവിമാരും വാഫിമാരും വഫിയമാരും, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, ഒരുപാട് ഉസ്താദുമാർ, ഒരുപാട് വിദ്യാർത്ഥികൾ, അവിടെയുള്ള ആളുകൾക്ക് ഓൺലൈൻ വഴിയായിട്ട് ക്ലാസ് എടുക്കുന്നു, ഖുർആൻ പഠിപ്പിക്കുന്നു, ഓഫ്ലൈനായിട്ട് പഠിപ്പിക്കുന്നു. വലിയ സംവിധാനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, അന്ന് വിശുദ്ധമായ ഇസ്ലാമിനെ പറ്റി കൂടുതലൊന്നും അറിയാൻ ശ്രമിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു. അന്ന് അവിടെയുള്ള പ്രൊഫസർ, അയാൾ നിരീശ്വരവാദിയാണ്. അയാൾ മുസ്ലിമിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ആരെങ്കിലും കണ്ടാൽ തേജോവധം നടത്തുന്ന പരിപാടി അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ഒരു സംഭവം നടന്നു. വേറൊന്നുമല്ല, ഒരേ ദിവസം ഒരേ ടൈമിൽ 2 സ്ത്രീകൾ അവിടെ പ്രസവിച്ചു. ഒരേ ദിവസം ഒരേ ടൈമിൽ 2 സ്ത്രീകൾ അവിടെ പ്രസവിച്ചു. അങ്ങനെ പ്രാഥമിക
ആ ഒരു ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് നേഴ്സുമാർ ഈ കുട്ടികളെ അവരുടെ അമ്മമാർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അവർക്കിടയിൽ ഒരു സംസാരം. ഒരു സ്ത്രീ പ്രസവിച്ചത് ആൺകുട്ടിയെയാണ്, മറ്റൊരു സ്ത്രീ പ്രസവിച്ചത് പെൺകുട്ടിയാണ്. അപ്പം ഈ ആൺകുട്ടി ഏത് സ്ത്രീയുടേതാണ്, പെൺകുട്ടി ഏത് സ്ത്രീയുടേതാണ്, അവിടെ ഒരു കശപിശ. അത് ഈ സ്ത്രീകളുടെ കുടുംബക്കാരറിഞ്ഞു, അങ്ങനെ അവിടെ വന്ന മറ്റു രോഗികൾ അറിഞ്ഞു. അത് വലിയൊരു പ്രശ്നമായി. അവർ പറഞ്ഞു, നിങ്ങൾ ഡോക്ടർമാരാണ്, നേഴ്സുമാരാണ്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അപാകതയാണ്. അതുകൊണ്ട് എന്തായാലും ആ മാതാക്കൾക്ക് അവരുടെ കുട്ടികളെ തന്നെ കിട്ടണം. ഈ പ്രൊഫസർ വന്നു, എല്ലാ ഡോക്ടർമാരെയും വിളിച്ചു, എല്ലാ ഈ ട്രെയിനിങ് എന്ന് വന്ന കുട്ടികളെ എല്ലാവരെയും വിളിച്ചു. നിങ്ങൾ എന്താണ് കാണിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരോട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അവരാ ലൈബ്രറിയിലേക്ക് പോയി. എന്നിട്ടോ പലതരത്തിലുള്ള ബുക്കുകളൊക്കെ മറിച്ചു നോക്കി. ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം കാണുന്നില്ല. ഏത് സ്ത്രീയാണ് ആൺകുട്ടിയെ പ്രസവിച്ചത്, ഏത് സ്ത്രീയാണ് പെൺകുട്ടിയെ പ്രസവിച്ചത്? 1979-80 കാലങ്ങളിലാണ്. ഇന്നുണ്ടായിരുന്ന സംവിധാനങ്ങളൊക്കെ ഇന്നുള്ള സംവിധാനങ്ങളൊന്നും അന്നില്ലല്ലോ. ആ സംവിധാനങ്ങൾ കുറവുള്ള കാലമാണ്. അങ്ങനെ വലിയ പ്രശ്നമായി. അങ്ങനെ വലിയ ധർമ്മസങ്കടത്തിലിരിക്കുമ്പോൾ മണിക്കൂറുകൾ കഴിയും തോറും പല ഫോൺ കോളുകളും വരുന്നു. ഇതിനൊരു പ്രശ്നം, ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ല എങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഇമേജ് തകരും എന്നവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ ഈ പ്രൊഫസർ അവിടെയുള്ള കുട്ടികൾക്ക് അവിടെയുള്ള കുട്ടികൾക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം തരുന്ന ആരാണോ അവർക്ക് വലിയൊരു പാരിതോഷികം തരും. അങ്ങനെ കുട്ടികളെല്ലാം പോയി അവരുടെ നാടുകളിലൊക്കെ ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്. പക്ഷേ ഇതിന് ഒരു പരിഹാരം കാണുന്നില്ല. ഉടൻ തന്നെ ഈ മുസ്ലിമായ, ഈജിപ്തിൽ നിന്നും വന്നിരിക്കുന്ന ഈ മുസ്ലിമായ ആ ഡോക്ടറേറ്റ് പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടി അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചു ചോദിക്കുകയാണ്, ഇതിനുള്ള ഒരു പരിഹാരം എന്താണ്? ഉടൻ തന്നെ അവിടെയുള്ള ഒരു മൗലാന അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു വിശുദ്ധമായ ഖുർആൻ. ആ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസാഇന്റെ 11ാമത്തെ വിശാലമായ ആയത്ത്, ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാക്യം പറയുന്നുണ്ട്. എന്താ പടച്ചവൻ പറയുന്നത്? ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ. എന്താ അതിൻ്റെ അർത്ഥം? ഒരു ആണിന് 2 പെണ്ണിൻ്റെതായ അവകാശമുണ്ട്. ഒരു ആണിന് 2 പെണ്ണിൻ്റെതായ അവകാശമുണ്ട്. ഈ ഒരു ആയത്തെടുത്തിട്ട് ആ പ്രശ്നത്തിലുള്ള പരിഹാരം കാണുകയാണ്. എന്താണ്? ഉടൻ തന്നെ ഈ മുസ്ലിമായ ഡോക്ടറിന് പഠിക്കുന്ന വിദ്യാർത്ഥി ചെന്നിട്ട് 2 സ്ത്രീകളുടെ 2 അമ്മമാരുടെയും മുലപ്പാൽ ശേഖരിച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏതിലാണ് വൈറ്റമിൻ കൂടുതലുള്ളത്, ആ വൈറ്റമിൻ കൂടുതലുള്ള ആ സ്ത്രീയുടേതാണ് ആൺകുട്ടി, വൈറ്റമിൻ കുറവുള്ള സ്ത്രീയുടേതാണ് പെൺകുട്ടി. അങ്ങനെ ആ പ്രശ്നത്തിന് അവിടെ പരിഹാരമാവുകയാണ്. പറഞ്ഞു വന്നത് വിശുദ്ധമായ ഖുർആൻ. ഏത് പ്രശ്നത്തിനാണ് ഇതിൽ പരിഹാരമില്ലാത്തത്? അതാണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ സ്ഥലങ്ങളിലാണ് ഈ വിശുദ്ധമായ ഖുർആൻ, ഇതുപോലെ ഒരു ഖുർആനോ, ഇതുപോലെ ഒരു സൂറത്തോ, ഇതുപോലെ ഒരു ആയത്തോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവാ എന്ന് വെല്ലുവിളി പറഞ്ഞിട്ട് ഇന്നേക്ക് 1400-ലധികം വർഷം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഖുർആനിനോട് തത്തുല്യമായ ഒന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതാണ് ഖുർആനിന്റെ മഹിമ. ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. പരിശുദ്ധമായ റമളാൻ മാസമാകുമ്പോ പണ്ടെല്ലാം എൻ്റെ ഉമ്മമാര് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, പണ്ടൊക്കെ ഒരു വീടിന്റെ മുന്നിലൂടെ കടന്നുപോയാൽ അത് മുസ്ലിമിന്റെ വീടാണോ എന്ന് അറിയാൻ പറ്റുമായിരുന്നു. എങ്ങനെ? പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആ ഒരു ചെറിയ നരക്കത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. നമ്മുടെ വല്ലുപ്പമാരും വല്ലുമ്മമാരും പരിശുദ്ധമായ ഖുർആൻ അത് ഓതുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഇന്ന് കുട്ടികളെക്കാൾ വലിയ കഷ്ടമാണ് നമ്മുടെ വല്ലുമ്മമാരുടെയും വല്ലുപ്പമാരുടെയും അവസ്ഥ. അവരും റീൽസ് കാണുകയാണ്, അവരും ഫേസ്ബുക്കിലാണ്, അവരും വാട്സപ്പിലാണ്, അവരും ഇൻസ്റ്റഗ്രാമിലാണ്. പരിശുദ്ധമായ ഈ റമളാൻ അത് കടന്നു വരുമ്പോ മുൻഗാമികൾ എങ്ങനെയായിരുന്നുവെന്ന് പരിശോധിക്കാം. അല്ലാഹുവേ, നിങ്ങൾക്കറിയാമല്ലോ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു മദ്ഹബിന്റെ ഇമാമാണല്ലോ. ആ മാലിക് ഇമാമിനെ പറ്റി പറയുന്നത്, ആ പരിശുദ്ധമായ റമളാൻ കടന്നു വന്നാൽ പിന്നെ ഖുർആൻ ഓത്ത് മാത്രമായിരുന്നു, ഖുർആൻ ഓത്തായിരുന്നു മഹാനവകളുടെ പ്രധാനപ്പെട്ട ജോലി. അല്ലാത്ത സമയത്ത് ദർസ് എടുക്കുന്ന ആളാണ്, ഫത്വകൾ കൊടുക്കുന്ന ആളാണ്, അതുപോലെ തന്നെ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണ്. എന്നാൽ റമളാൻ മാസമായാൽ
പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് പിന്നെ അതിങ്ങനെ ഓതുകയാണ്. അതുപോലെ തന്നെ മഹാനായ അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളോ റമളാൻ അല്ലാത്ത മാസത്തിൽ രാത്രി മുഴുവനും ഇരുന്നിട്ട് വിശുദ്ധമായ ഖുർആൻ ഒരു പ്രാവശ്യം ഖത്തും തീർക്കുമായിരുന്നു. എല്ലാ ദിവസവും രാത്രി വിശുദ്ധമായ ഖുർആൻ ഖത്തം തീർക്കും. റമളാനായാലോ രാത്രി ഒരു ഖത്തം, എക്സ്ട്രാ പകലിൽ ഒരു ഖത്തം കൂടി തീർക്കുന്ന സ്വഭാവം മഹാന്മാരായ മുൻഗാമികൾക്കുണ്ടായിരുന്നു. നമുക്ക് ഒരു ഖത്തം തീർക്കാൻ 30 ദിവസം കിട്ടിയിട്ട് ഒരു ഖത്തുമുൽ ഖുർആൻ തീർക്കാൻ തന്നെ എത്രയോ പ്രയാസമാണ്. നമുക്ക് ടൈം കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല. വിശുദ്ധമായ ഇനി എൻ്റെ ഉപ്പമാരോടും ഉമ്മമാരോടും പറയട്ടെ, ഇരിക്കുന്ന 30-ഓളം വരുന്ന ഹാഫിളീങ്ങൾ, അതുപോലെ തന്നെ ഹാഫിളത്തുകളായ ഒരുപാട് സഹോദരിമാർ, അള്ളാഹുവെ പടച്ചവനെ ഇവരുടെയൊക്കെ ഹിഫ്ലിൽ നീ ഖുവത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇവർ പഠിച്ച ഈ ഖുർആൻ, അള്ളാഹുവെ ഈ ഖുർആൻ നാളെ ഞങ്ങൾക്കും ഷഫാഅത്ത് ചെയ്യുന്ന ഒരവസ്ഥ അള്ളാഹുവെ ഈ സദസ്സിൻ്റെ ഈ ഒരു ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും തരണേ അല്ലാ. നമ്മളെപ്പോഴും ദ്വാരക്കണം. ഇവരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. വിശുദ്ധമായ ഖുർആൻ അത് എടുക്കുമ്പോൾ ഒരുപാട് മര്യാദയുണ്ട്. ഇന്ന് പലരും രജിസ്റ്റർ ബുക്ക് എടുക്കുന്നത് പോലെയാ ഖുർആൻ എടുക്കുന്നത്, അല്ലേ? രജിസ്റ്റർ ബുക്ക് എടുക്കുമ്പോൾ എങ്ങനെയാ? ഇങ്ങനെ നമ്മൾ നെഞ്ചോട് ചേർത്തല്ല. രജിസ്റ്റർ ബുക്ക് എടുക്കുമ്പോൾ അതിങ്ങനെ ഇടത് കൈയോ വലത് കൈയോ ഒന്നും നോക്കാറില്ല. ഏതെങ്കിലും ഒരു കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചൂരി എടുക്കും. എന്നിട്ടോ ഇങ്ങനെ ആട്ടിയാണ് പരിശുദ്ധമായ ഈ രജിസ്റ്റർ ബുക്ക് കൊണ്ടുപോകുന്നത്. ഇതുപോലെയാണ് പലരും പരിശുദ്ധമായ റമളാനിൽ മാത്രമല്ല അല്ലാത്ത സമയത്തൊക്കെ ഖുർആൻ എടുക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് ഖുർആൻ എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഖുർആൻ അത് അള്ളാഹുവിൻ്റെ കലാമാണ്. വലത് കൈ കൊണ്ടെടുക്കണം. എടുക്കുക മാത്രമല്ല, ഖുർആൻ ഓതാൻ വേണ്ടിയാണോ ആവട്ടെ, അല്ലെങ്കിൽ ആ ഖുർആൻ എടുത്ത് അപ്പുറത്തേക്ക് മാറ്റിവെക്കുന്ന അതിനു വേണ്ടിയാവട്ടെ, എപ്പോൾ ഖുർആൻ എടുത്താലും ആ ഖുർആനിനെ ഒന്ന് ചുംബിക്കൽ അതും പ്രത്യേകം നല്ലതാണ്. മാത്രമല്ല, എടുക്കുകയാണെങ്കിൽ വുളൂ വേണേ, ശുദ്ധി വേണേ, എന്നാലേ ഖുർആൻ നമുക്ക് തൊടാൻ പറ്റൂ. ഒരിക്കലും ഖുർആനിൻ്റെ പേജുകൾ മറിക്കുമ്പോൾ തുപ്പൽ തൊട്ടിട്ട് ഒരിക്കലും മറിക്കരുത്. അതുപോലെ തന്നെ ഖുർആനിൽ ഒരിക്കലും വരക്കരുത്. ഖുർആനിൻ്റെ പേജുകൾ മടക്കി വെക്കരുത്. അതുപോലെ തന്നെ വയറിൻ്റെ താഴേക്ക് ഖുർആൻ കൊണ്ടുപോകരുത്. എപ്പോഴും ഇങ്ങനെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ചേർത്താണ് ഖുർആൻ വെക്കേണ്ടത്. വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഒന്ന് വെറുതെ നോക്കി ഓതിയാൽ തന്നെ, ഓതണ്ടടോ, വെറുതെ ഒന്ന് നോക്കി ഇരുന്നാൽ തന്നെ കൂലിയാണ്. പരിശുദ്ധമായ റമളാനിൽ പല ആളുകളും ഖുർആൻ ഓടാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർ പറയും, ഉസ്താദെ ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, മദ്രസയിൽ പോയിട്ടില്ലെന്നാ. വേണ്ട, അതൊന്ന് എടുക്കാമല്ലോ. കൈകൊണ്ടെടുക്കുമ്പോൾ തന്നെ പ്രതിഫലമാണ്. പലരും പറയുന്നു, എന്തിനാ ഖുർആൻ്റെ പുറകെ പോകുന്നു, മൊബൈലിൽ ഖുർആൻ ഉണ്ടല്ലോ എന്ന്. എടോ, ഖുർആൻ മൊബൈലിൽ ഉണ്ടാവട്ടെ, ആ മൊബൈലിൽ നോക്കി ഓതിയാലും കൂലിയുണ്ട്. മൊബൈലിൽ നോക്കി ഓതാൻ വുളു വേണമെന്ന് പലരും ചോദിക്കാറുണ്ട്. വുളു വേണ്ട. എന്നാൽ നീ 1000 വട്ടം ആ മൊബൈലിൽ നോക്കി ഖുർആൻ ഓതിയാലും പരിശുദ്ധമായ ഖുർആൻ നീ വുളുവെടുത്തിട്ട് നല്ല ഭവ്യതയോടുകൂടി ആ ഖുർആൻ വലത് കൈ കൊണ്ടെടുത്ത് ചുംബിച്ചിട്ട് അതിങ്ങനെ നല്ല രൂപത്തിൽ തുറന്നു വെച്ച് നല്ല ആത്മാർത്ഥതയോടുകൂടി ഓതുകയാണെങ്കിൽ നീ ജീവിതത്തിൽ എത്ര കാലം മൊബൈലിൽ നോക്കി ഓതിയാലും അതുപോലെ ഒത്തിരി ഫളില് കിട്ടൂല. അതുകൊണ്ട് ഖുർആൻ തന്നെ നോക്കി ഓതണം. ഖുർആൻ തന്നെ നോക്കി ഓതുക. പിന്നെയോ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനുമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥം അത് ഖുർആനാ. ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥം ഖുർആനാ. ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത്, മുസ്ലിമീങ്ങൾ മാത്രമല്ല അമുസ്ലിമീങ്ങളും വായിക്കുന്നത്, ഓതുന്നത്, പാരായണം ചെയ്യുന്നത് ആ ഗ്രന്ഥമുണ്ടെങ്കിൽ അതും ഖുർആനാ. പിന്നെയോ ലോകത്തെ ഏറ്റവും കൂടുതൽ മനഃപ്പാഠമാക്കപ്പെടുന്നത്, അല്ലേ? ഇന്നിപ്പോൾ ഇവിടെ 30ഓളം വരുന്ന ഹാഫിളീങ്ങളെ നമ്മളിവിടെ സനത് കൊടുക്കുകയാണ്, നമ്മൾ ആദരിക്കുകയാണ്. ഇതുപോലെ ഈ ഒരു സമയത്ത് തന്നെ, ഈ ഒരു ടൈമിൽ തന്നെ കേരളത്തിൻ്റെ എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ അറബി കോളേജുകളിൽ സനദ്ദാന സമ്മേളനം നടക്കുന്നു. ഇന്നലെ നടന്നു, മിനിഞ്ഞാന്ന് നടന്നു, നാളെ നടക്കാനിരിക്കുന്നു. ഇത് കേരളത്തിൽ മാത്രമല്ല, കർണാടകയിലും തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലും അതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഏഷ്യയിലും ലോകത്തിലും എത്രയോ സ്ഥലങ്ങളിൽ 1, 2, 3, 30 അതുപോലെ 100, 200, 300 ഒക്കെ ഹാഫിളീങ്ങൾ ഓരോ മാസത്തിലും ഓരോ വർഷത്തിലും ഒക്കെ ഇറങ്ങിപ്പോ. ഒരു വർഷമൊക്കെ എത്രയോ ഹാഫിളീങ്ങളാണ്, അല്ലേ? ലക്ഷക്കണക്കിന് ഹാഫിളീങ്ങളല്ലേ, 10,000-കണക്കിന് ഹാഫിളീങ്ങളല്ലേ ഓരോ വർഷവും അള്ളാഹുവിൻ്റെ ആ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത്.
അപ്പോൾ ഇതുപോലെ ഖുർആൻ ലോകത്തേറ്റവും കൂടുതൽ മനഃപ്പാടമാക്കപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ. ലോകത്തേറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആൻ. ലോകത്തേറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടത്തപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ. ലോകത്തേറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഗ്രന്ഥവും അതും ഖുർആൻ അല്ലേ? അതും ഖുർആൻ. ഖുർആനിൻ്റെ എത്രയോ ആയത്തുകളെയാണ് ഇന്ന് വിമർശകന്മാരെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിഷയം അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ബൈബിൾ ക്രൈസ്തവർ അവരുടെ വേദഗ്രന്ഥമാകുന്ന ബൈബിൾ അല്ലെ, അവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ആയിക്കോട്ടെ, ആ ബൈബിൾ, ലോകത്തിലെ മുഴുവൻ ബൈബിളുകളും കത്തി നശിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നശിച്ചു പോയി എന്ന് വിചാരിക്കുക. ഇവിടെ ബൈബിൾ ഉണ്ടാവുമോ? പിന്നെ ഇല്ല. ലോകത്തിവിടെയുള്ള ഗീത അല്ലെ, മഹാഭാരതം, രാമായണം, അത് മുഴുവനും നശിച്ചുപോയി എന്ന് വിചാരിക്കുക. പിന്നെ ആ ഒരു സംവിധാനമില്ല. കാരണം അതൊന്നും ആരും മനഃപ്പാടമാക്കിയിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രം. എന്നാൽ ലോകത്ത് എത്ര തന്നെ ആളുകൾ എത്ര തന്നെ ശ്രമിച്ച് വിശുദ്ധമായ ഖുർആനിൻ്റെ കോപ്പികൾ അത് ഓരോന്ന് കത്തിച്ച് ചാരമാക്കിയാലും ഖുർആൻ അതിവിടെ നിന്നും പോകില്ല. കാരണം ലോകത്ത് 250 കോടി മുസൽമാൻ പ്രസന്റിലുണ്ട്, നിലവിലുണ്ട്. അതിൽ തന്നെ എത്രയോ കോടാനുകോടി വരുന്ന ആണുങ്ങളുടെ, പെണ്ണുങ്ങളുടെ, മുസ്ലിമീങ്ങളുടെ മനസ്സിലാണ് ഖുർആൻ ഉള്ളത്. അതുപോലെ കഴിഞ്ഞുപോയ ആളുകളിൽ, വരാനിരിക്കുന്നവരിൽ എത്രയോ ഹാഫിളീങ്ങളുണ്ട് അല്ലെ? അഹ്ലുൽ ഖുർആനി ഹും അഹ്ലുല്ലാഹ്. ഖുർആൻ, അത് ഖുർആൻ പഠിക്കുന്ന മക്കൾ, ഖുർആൻ പഠിപ്പിക്കുന്നവർ, ആ ഖുർആൻ പഠിച്ച മക്കളെ ആദരിക്കുന്നവർ, അവർ അള്ളാഹുവിൻ്റെ പാർട്ടിയാണെന്നാണ്. മലക്കുകളുടെ ദുആ, ഇവിടെ 30-ൽ പരം വരുന്ന ഹാഫിളീങ്ങൾ, അള്ളാഹുവേ അവരിപ്പോൾ ഉള്ളത് മലക്കുകളുടെ ചിറകിൻ്റെ താഴെയാണ്. അവരുടെ ഇപ്പൊ ഈ അടുത്ത് പഠനം വന്നല്ലോ, ലോകത്ത് ബുദ്ധിശക്തി കൂടുതലുള്ളൊരു വിഭാഗം അത് ഹാഫിളീങ്ങളാണെന്നാണ്. നമ്മളെന്താ വിചാരിച്ചേക്കണേ? ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പഠിക്കും പോലെ ബക്കറ പഠിക്കാൻ പറ്റുമെന്നാണോ? ഒരു ഹാഫിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാഫിള് അവർ ലോകത്തിൽ അത്ഭുതം, മഹാത്ഭുതമല്ലേ? ചിലപ്പോൾ പല കുട്ടികളും പല രൂപത്തിലായിരിക്കും. ചില ആളുകൾക്ക് ഒരു പ്രാവശ്യം ഒരു ആയത്ത് ഓതിയാൽ തന്നെ മെമ്മറിയിൽ കയറും. ചില കുട്ടികൾ അങ്ങനെയല്ല, തലകുത്തി മറിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്, കരയുക. ഇങ്ങനെ ഒരു ആയത്ത് ഓതിയിട്ട് കിട്ടാതെ ഇങ്ങനെ കരയുന്നു. ഖുർആൻ എടുത്ത് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കരയുന്നു. അതുപോലെ തന്നെ ഖുർആൻ ഓതുന്ന ചില ഡെസ്കുകളുണ്ടാകും. ആ ഡെസ്കിൽ ഇങ്ങനെ തല ഇങ്ങനെ ഇടിച്ചിട്ട് കരയുന്ന മക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ? അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ ഖുർആൻ മനസ്സിലേക്ക് വരുന്നില്ല. അതിങ്ങനെ വരുത്താൻ വേണ്ടി ഒരായത്തായിരിക്കും, ചിലപ്പോൾ ഒരായത്ത് പഠിക്കുന്നത് 1 ദിവസമോ 2 ദിവസമോ കൊണ്ടാണെങ്കിൽ എത്ര പ്രാവശ്യം അവർ ആ ആയത്ത് ഓതുന്നുണ്ടാകും അല്ലേ? എത്ര വട്ടം അതിങ്ങനെ ആവർത്തിച്ച് ഓതുന്നുണ്ടാകും. നിങ്ങളൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഓതിയിട്ടുണ്ടാവോ? നമ്മളൊക്കെ 10-60 വയസ്സായി, ഉമ്മ 70 വയസ്സായില്ലേ, വാപ്പ 65-80 വയസ്സായില്ലേ? നമ്മൾ ഈ ഒരു വർഷക്കാലം മുഴുവനും എടുത്താൽ ഓതാത്ത ഓത്ത് ഇവരുടെ 7-ാം വയസ്സിലും അല്ലെങ്കിൽ 10-ാം വയസ്സിലും 15-ാം വയസ്സിലും ആ മക്കൾ ഓതിയിട്ടുണ്ടാകും. അതാണ് ഈ ഹാഫിളിങ്ങളുടെ. നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരു ഹാഫിൾ ഉണ്ടെങ്കിൽ 40 പേര്, പല അഭിപ്രായമുണ്ട്, 40 പേര് ചുരുങ്ങിയത് ആ ഹാഫിള് നാളെ ആഖിറത്തിൽ വന്ന് അള്ളാഹുവേ അതെൻ്റെ ഉമ്മച്ചിയ, പടച്ചവനെ അതെൻ്റെ വാപ്പിച്ചിയ, അതെൻ്റെ വല്ലുപ്പയ, അതെൻ്റെ വല്ലുമ്മയ, അതെൻ്റെ ഇക്കാക്കയ, അതെൻ്റെ ഇത്താത്തയ, അതെൻ്റെ മുത്തച്ചിയ, അതെൻ്റെ ഇളച്ചിയ, ഇങ്ങനെ ഓരോ ആളുകളെയും പറഞ്ഞ് അവരെ ശഫാഅത്ത് ചെയ്തിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോവാൻ ഈ ഖുർആൻ മനഃപ്പാടമുള്ള മക്കൾക്ക് പറ്റുമെന്നാണ്. അല്ലാഹു തആല ആ ഗണത്തിൽ നമ്മുടെ മക്കളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലേ? നമുക്ക് ഈ ഹാഫിളിങ്ങളുടെ മഹത്വം പറഞ്ഞാൽ ഇന്നൊന്നും തീരൂല. ഹാഫിളിങ്ങളുടെ മഹത്വം പറഞ്ഞാൽ തീരില്ല. ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഒരു വിഭാഗം, ഒരുപാട് വിഭാഗമുണ്ട്. അതിൽ മഹത്തുക്കൾ എണ്ണുന്ന ഒരു വിഭാഗമാണ് ഖുർആൻ നെഞ്ചിൽ പകർത്തിയ ആളുകൾ, ഖുർആൻ നെഞ്ചിൽ കൊണ്ടുവന്ന ആളുകൾ. അപ്പോൾ പറഞ്ഞു വന്നത് ഹാഫിളിൻ്റെ മഹത്വം, വിശുദ്ധമായ റമളാൻ. ആ റമളാനിൽ അല്ലാഹുവേ എത്രയോ ഹാഫിളീങ്ങൾ അല്ലേ, പല പള്ളികളിലും വന്ന് ഹിഫ്ള് നടത്തി പോകുന്നവരുണ്ട്. ആ പോകുന്ന സമയത്ത് അവരെ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്ന എത്രയോ വല്ലുപ്പമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കൊന്നും കിട്ടാത്ത എത്രയോ സൗഭാഗ്യം. താജും മിൻ നൂർ, ഈ ഹാഫിളീങ്ങളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന സൗഭാഗ്യങ്ങൾ എത്രയോ ഹദീസുകളിലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് വാചാലനായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. താജും മിൻ നൂർ അല്ലെ, പ്രകാശത്തിൻ്റെ കിരീടമെന്നും അതുപോലെ സ്വർണത്തിൻ്റെ കിരീടമെന്നും ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിന് പറയുന്നുണ്ട്. മറ്റ്
മറ്റ് മാതാപിതാക്കൾ ആ സമയത്ത് ചിന്തിക്കുമെന്നാണ്. ഇപ്പം നമുക്കൊക്കെ എത്ര മക്കളുണ്ട്? 5 മക്കളുള്ളവരുണ്ട്, 3 മക്കളുള്ളവരുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടിയെ ഹാഫിളാക്കാൻ പറ്റിയാൽ അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് 3 മക്കളുണ്ട്, ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കുക, ഒരാൾ IAS-കാരനാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എത്രമാത്രം അഭിമാനിക്കും. പക്ഷേ ആ അഭിമാനമൊക്കെ ദുന്യാവിലേ ഉള്ളൂ. ആ 3ാമത്തെ മകനോ മകളോ ഹാഫിളത്താണെങ്കിൽ, ഖുർആൻ പഠിച്ചവരാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചവരാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ, ഒരു പക്ഷേ നാളെ ആഖിറത്തിൽ അതുപോലെ ദുന്യാവിലും നിങ്ങൾക്ക് അഭിമാനിക്കാൻ വകയുണ്ടാക്കുക. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് വരികയാണ്. പരിശുദ്ധമായ റമളാൻ വരുന്നു. റമളാൻ അത് ഖുർആനിൻ്റെ മാസമാണ്. അല്ലാഹുവേ, വിശുദ്ധമായ ഖുർആൻ അത് ഒരുപാട് കണ്ട് ഓതാനും ആ ഖുർആനിനെ ജീവിതത്തിൽ പകർത്താനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, അൽ ജന്നത്തു മുഷ്താഖത്തുൻ ഇലാ 4 നഫർ. 4 വിഭാഗം ആളുകളെ സ്വർഗം കാത്തിരിക്കുകയാണ്. ഒന്നാമത്തേത് താലിൽ ഖുർആൻ, ഖുർആൻ ഓതുന്നവരാണ്. രണ്ടാമത്തേത് വഹാഫിളുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവരാൻ. റമളാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നോമ്പ് കളയുന്നത് ഭക്ഷണം കഴിച്ചിട്ടല്ല, വെള്ളം കുടിച്ചിട്ടല്ല, നാവ് കൊണ്ട് പറയുന്ന പരദൂഷണവും ഏഷണയും കൊണ്ടാണ്. പ്രത്യേകിച്ച് എപ്പോഴാ നമ്മൾ നാവ് കൊണ്ട് പരദൂഷണം ഏഷണിയൊക്കെ കൂടുതൽ പറയുന്നത്? നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമിലാണ്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയോ അല്ലെങ്കിൽ പുറംതിരിഞ്ഞോക്കി ഇരിക്കുമല്ലോ. നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കും. ഒരു കയ്യിൽ ചായയുണ്ട്, സമൂസയുണ്ട്, വെള്ളമുണ്ട്, കാരക്കയുണ്ട്, ഈത്തപ്പഴമുണ്ട്. അതൊക്കെ വെച്ചിട്ട് അവിടെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന സുന്ദരമായ ആ ഒരു തസ്ബീഹ് പറയേണ്ടതിന് പകരം അവനങ്ങനെ, ഇവനിങ്ങനെ, ഇവളങ്ങനെ, അവളങ്ങനെ, അതിങ്ങനെ പറഞ്ഞ് അന്നത്തെ നോമ്പിൻ്റെ പ്രതിഫലം മുഴുവനും മറ്റുള്ളവർക്ക് സ്വതക്ക ചെയ്യുന്ന ഒരുപാട് ദാനശീലന്മാർ റമളാനിലുണ്ട്. റമളാനിൽ ദാനം ചെയ്യണം, സ്വതക്ക ചെയ്യണം. അതെന്താണ്? സമ്പത്താണ് സ്വതക്ക ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ ചെയ്യുന്ന അമലുകളല്ല. ഉമ്മമാരെ, നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യണം? നിയ്യത്ത് വെക്കണം. എങ്ങനെ? ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ റമളാനിൽ, കഴിഞ്ഞ റമളാൻ എങ്ങനെയാണെന്നറിയില്ല, ഈ റമളാനിൽ ഞാൻ എൻ്റെ വീട്ടിൽ അല്പം കടുപ്പമുള്ള ഉമ്മയായി മാറും. എങ്ങനെ? റമളാനിൻ്റെ ആ മഗ്രിബിൻ്റെ സമയമാകുമ്പോൾ 6 മണി, അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്ക് 6:30 അടുത്താണല്ലോ ബാങ്ക് വരുന്നത്, ഒരു 6:15 മുമ്പ് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യും? ചായക്ക് മധുരം ഇട്ട് വെക്കും, നാരങ്ങാ വെള്ളം പിഴിഞ്ഞു വെക്കും, തേങ്ങാപ്പാൽ അത് തയ്യാറാക്കി വെക്കും. പിന്നെ കറിയൊക്കെ താളിക്കാനുണ്ടെങ്കിൽ ആ സമയത്തേക്ക് ചെയ്തു വെക്കും. 6:15 കഴിഞ്ഞാൽ പിന്നെ ഉമ്മാനെ കിട്ടൂല. ഉമ്മ എവിടെയായിരിക്കണം? ഒന്നുകിൽ നിസ്കാരപ്പായലോ അല്ലെങ്കിൽ മേശപ്പുറത്തോ ആയിരിക്കണം. എന്താണ്? നിങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. വീട്ടിലുള്ള ഉമ്മമാരെ, നിങ്ങൾ ഈ തസ്ബീഹ് ചൊല്ലണേ. അത് കേട്ടിട്ട് നിങ്ങളുടെ മക്കളും വരുന്നതാണ്. അല്ലേ? ഇന്നിപ്പോൾ ഉമ്മ തസ്ബീഹില്ല, ദിക്റില്ല. അത് കണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആൺമക്കൾ, ചെറുമക്കളൊക്കെ വളർന്നു വരുന്നത്. അതുകൊണ്ട് ഈ റമളാൻ ഇൻഷാ അല്ലാഹ് 6 മണി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 6:15 കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നിന്നും ഞാൻ ഒഴിവാണ്. അതിനു മുമ്പ് സംവിധാനങ്ങളൊക്കെ ചെയ്തു വെച്ച് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ട് 6:15 നല്ലപോലെ വുളുവൊക്കെ എടുത്ത് പിന്നെ എന്താണ്? തസ്ബീഹ് ചൊല്ലുന്നു, ദിക്ർ ചൊല്ലുന്നു. അവസാനം 6:30 മുമ്പ് ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ മുമ്പ് നല്ലവണ്ണം ദ്വാരക്കുന്നു. നമ്മുടെ മക്കളുടെയൊക്കെ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാ. ഉസ്താദുമാരെ ഏൽപ്പിച്ചേക്കുവാ ദുആ ഉസ്താദുമാർക്ക് എറിഞ്ഞു കൊടുത്തേക്കുക. ഉസ്താദേ ദുആ ചെയ്തേക്കണേ, എൻ്റെ മകൻ 10ാം ക്ലാസ്സാ, പിടിച്ചോ. ഉസ്താദ് ഇൻഷാ അല്ലാഹ് ദ്വാരക്കാം. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും മക്കളെ നീ വിജയിപ്പിക്കണം. ഒരൊറ്റ ദുആയാ ഉസ്താദ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുന്നത് പോലെ വേറെ ആരെങ്കിലും ദുആ ചെയ്യോ? ഇല്ല. ഒരു ഉമ്മയും വാപ്പയും തൻ്റെ മക്കൾക്ക് വേണ്ടി ദുആരക്കുന്ന അത്രമാത്രം ആത്മാർത്ഥത വേറെ ഒരാൾക്കും ഉണ്ടാവില്ല. എത്ര ഉസ്താദുമാർ ഒരുമിച്ചിരുന്ന് ദുആരെന്നാലും സ്വന്തം ഉമ്മയും വാപ്പയും ചെയ്യുന്ന ദുആ പോലെ മക്കൾക്ക് എഫക്റ്റ് ആവൂല. അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു, ദുആഉൽ വാലിദി ലിവലദിഹി കദുആഉൻ നബിയ്യി ലിഉമ്മതി എന്നാണ്. എന്താ? ഒരു പ്രവാചകൻ അവരുടെ സമുദായത്തിന് വേണ്ടി ദുആരക്കുന്നത് പോലെയാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആരക്കുക. അതുകൊണ്ട് മക്കൾ നന്നാവണം, സ്വഭാവം നന്നാവണം. ഇന്നത്തെ പത്രത്തിൽ, ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ 2 വാർത്തയാണ് വായിച്ചത്. 2 വാർത്ത നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഒന്ന്, മലപ്പുറം ഭാഗത്ത് ആമിന എന്നു പേരുള്ള ഒരു ഉമ്മയെ മകൻ വെട്ടിക്കൊന്നു.
അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് ഒരു സഹോദരൻ സഹോദരിയുടെ ഈ തല മുതൽ ചെവിയുടെ താഴേക്ക് കത്തികൊണ്ട് വരിഞ്ഞു എന്നാണ്. എന്താ? രണ്ടും ലഹരിയാണ്. ഇത് ഇന്നത്തെ വാർത്തയാണെങ്കിൽ ഇന്നലെ വേറെ വാർത്ത, മിനിഞ്ഞാന്ന് വേറെ വാർത്ത, എത്രയോ വാർത്തകളാണ് വരാനുള്ളത്. 2 വർഷം മുമ്പല്ലേ മലപ്പുറം ജില്ലയിലെ ഞാൻ സ്ഥലം പറയുന്നില്ല കൃത്യമായി, അവിടെ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് നോമ്പുകാരിയായി നോമ്പുതുറ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഉമ്മയുടെ പുറകിൽ ചെന്നിട്ട് കൊടുവാളുകൊണ്ട് ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് ഉമ്മയുടെ ആ ചെവിയിൽ കിടന്നിരുന്ന ആ സ്വർണത്തിൻ്റെ കമ്മല് അരിഞ്ഞെടുത്ത് അത് കൊണ്ടുപോയി വിറ്റ് കള്ളു കുടിച്ച മക്കളുടെ കാലം അത് വിദൂരമല്ല, കഴിഞ്ഞ 2 വർഷം മുമ്പാണ്. ഇങ്ങനെ എത്രയോ കേട്ടുകേൾവിയില്ലാത്ത ക്രൂരതകളാണ് ഓരോ ദിവസം കടന്നു വരുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾ നന്നാവണം. ഉസ്താദുമാരോട് ദുആ അരക്കണ്ട, ഉസ്താദുമാരോട് ദുആ പറയണ്ട എന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഉസ്താദുമാരോട് പറയണം, ഉസ്താദ് ദുആ അരക്കണേ, ഉസ്താദുമാരൊക്കെ ദുആ ചെയ്യും. പക്ഷേ ആ ഉസ്താദിൻ്റെ ദുആയേക്കാൾ കൂടുതൽ എഫക്റ്റ് ഉമ്മ വാപ്പ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. ഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കണം. പിന്നെയോ വമുത്ഇമുൽ ജിയാൻ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണേ. റമളാൻ വരികയാണ്. നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരല്പം പൈസയെങ്കിലും നമ്മുടെ വകയായിട്ട് കൊടുത്താൽ നമ്മളെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. പിന്നെയോ 4-മതായി അള്ളാന്റെ ഹബീബ് പറയുകയാണ്, വസ്വാഇമീന ഫീ ശഹ്രി റമളാൻ, പരിശുദ്ധമായ റമളാനിൽ നോമ്പ് പിടിക്കുന്ന നോമ്പുകാരെ നിങ്ങളെ കാത്തിരിക്കുന്നതും വിശുദ്ധമായ സ്വർഗമാണ്. എൻ്റെ ഉമ്മമാരവിടെ ഉണ്ടല്ലോ. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ റമളാനിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടാവാം അല്ലേ? നിസ്കാരമില്ലാത്ത സമയത്ത് ചിലപ്പോൾ 6, 7, 5, 8, 10 ഒക്കെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ആ നോമ്പൊക്കെ കളാ വീട്ടിയിട്ടുണ്ടോ? അല്ലാഹു അലം. ഞങ്ങൾ സുന്നത്ത് നോമ്പ് പിടിക്കുമ്പോൾ ഒരു ഫർദായ നോമ്പിൻ്റെ നിയത്ത് കൂടി അങ്ങോട്ട് പേസ്റ്റ് ആക്കും, കോപ്പി പേസ്റ്റ് ചെയ്യും. അതല്ലാതെ സെപ്പറേറ്റ് പിടിച്ചിട്ടില്ല. പിടിക്കണേ. കഴിഞ്ഞ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഇതുവരെ ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ, ഈ റമളാൻ വരുന്നതിന് മുമ്പ് ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരാണേ. സൂക്ഷിക്കണേ. ചിലപ്പോൾ ചില ഉമ്മമാർ നോമ്പൊക്കെ എല്ലാം ക്ലിയറാണ്, പക്ഷേ അവരുടെ മക്കളുണ്ടാകും 21 വയസ്സ് 22 വയസ്സ്. അത് പഠിക്കുന്ന കുട്ടിയല്ലേ എന്ന്. പഠിക്കുന്ന കുട്ടി അതെന്താ? പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അവൾ പ്രായപൂർത്തിയായവളല്ലേ? അവൾക്ക് നിസ്കാരം പോകുന്ന സമയത്ത് ആ അന്നത്തെ നോമ്പ് റമളാനിലാണ്, ആ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അത് ആ മകളെ പറഞ്ഞ് മനസ്സിലാക്കലും അത് ഉപദേശിപ്പിക്കലും ഉമ്മമാരുടെ കടമയാണ്. ഇനിയോ വാപ്പമാര് ശ്രദ്ധിക്കുക. എന്ത്? കഴിഞ്ഞ റമളാനിൽ നമ്മുടെ ഉമ്മ നമ്മുടെ വാപ്പ വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണ്, രോഗിയാണ്, നിത്യരോഗിയാണ്. നോമ്പ് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, നോമ്പ് പിടിച്ചിട്ടില്ല. എന്നാൽ ആ ഉമ്മാക്ക് വാപ്പാക്ക് നോമ്പ് ഖളാ വീട്ടാൻ പറ്റുമോ? ഖളാ വീട്ടാനും പറ്റൂല. അപ്പം എന്താ ചെയ്യേണ്ടത്? ആ എത്രമാത്രം നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ നോമ്പിന് പകരം ഓരോ മുദ്ദ് അരി കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ എന്തെങ്കിലും അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ. ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ 650 ഗ്രാം ഏകദേശം. അപ്പോൾ ഒരു നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയി ഖളാ വീട്ടാൻ പറ്റാത്ത ആളാണെങ്കിൽ അയാൾക്ക് പിടിക്കാൻ പറ്റാത്ത ഒരു നോമ്പിന് പകരം 650 ഗ്രാം അരി വീതം കൊടുക്കണമെന്നാണ്. ഫിത്ർ സക്കാത്ത് ഞങ്ങൾ കൊടുക്കാറുണ്ട്, മതി പോരാ. ഫിത്ർ സക്കാത്ത് ഇത് മുദ്ദിൻ്റെ അരിയാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണേ. മസാലകൾ ഒരുപാടുണ്ട്, ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല. നോമ്പ് നമ്മളിലേക്ക് വരികയാണ്, റമളാൻ നമ്മളിലേക്ക് വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ റമളാനിൽ ഒരുപാട് പുണ്യങ്ങളുണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ടെന്നൊക്കെ. പക്ഷേ ഈ പുണ്യങ്ങളും നേട്ടങ്ങളുമൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ, നമുക്ക് കിട്ടണമെങ്കിൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താ? അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് മറന്നു പോവരുതേ. കർന ബദലി റസൂലോം കി ഹോത്തി രഹി, ചാന്ദ് ബദലി കനികലാ ഹമാരാ നബി. അദമ്യമായ അനുരാഗത്തിന്റെ അലമാലയൊഴിയാത്ത ആഴക്കടലുകൾ അകതാരിലാവാഹിച്ച് പകലിരവുകളുടെ അതിരടയാളങ്ങളെ അവഗണിച്ച് പ്രേമഭാജനത്തിന്റെ പ്രകീർത്തനങ്ങൾ പ്രഘോഷണം ചെയ്ത് പ്രപഞ്ചം പ്രഫുല്ലമാക്കിയ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ റമളാൻ, ആ റമളാൻ കടന്നു വരുമ്പോ നോമ്പ് പിടിക്കുന്നവരെ നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്.
നോമ്പെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണല്ലോ. നോമ്പ് അത്ഭുതമാണല്ലോ, അല്ലെ? മുൻകാല സമുദായങ്ങൾക്കും അള്ളാഹു നോമ്പ് കൊടുത്തിരുന്നു. മഹാനായ മൂസാ നബിക്ക്, മഹാനായ ഇദ്രീസ് നബിക്ക്, മഹാനായ ദാവൂദ് നബിക്ക്, ആ പ്രവാചകന്മാരുടെ സമുദായത്തിനും അള്ളാഹു നോമ്പ് കൊടുത്തിരുന്നു. അവരുടെയൊക്കെ നോമ്പ് എങ്ങനെയാണെന്നറിയോ? 24 മണിക്കൂറാണ് നോമ്പ്. നമുക്കെത്രയാ നോമ്പ്? 13.5 അല്ലെ, 13 മണിക്കൂർ. അതായത് പകലിൽ മാത്രം നോമ്പ് മതി. എന്നാൽ അവർക്ക് അങ്ങനെയല്ല, 24 മണിക്കൂറാ. രാത്രിയിൽ നോമ്പുള്ളതുപോലെ പകലിലും നോമ്പുണ്ട്. അവരെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, നമുക്കും ഭക്ഷണം കഴിക്കാൻ പാടില്ല. വെള്ളം കുടിച്ചാൽ നോമ്പ് പറയും. ശാരീരിക ബന്ധത്തിലേർപ്പെട്ടാൽ നോമ്പ് പറയും. അതൊക്കെ അവർക്കും നമുക്കുണ്ടായിരുന്നു. പക്ഷേ അവർക്കുള്ള ഒരു കാര്യം നമുക്കില്ല. എന്താണ്? അവരുടെ കാലത്ത് സംസാരിച്ചാൽ നോമ്പ് മുറിയുമായിരുന്നു എന്നാണ്. നമുക്കങ്ങനെ ഉണ്ടായിരുന്നെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇന്നത്തെ കാലത്ത് കുഴപ്പമില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സംസാരം കുറവല്ലേ, എല്ലാം റീൽസാണ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, അല്ലേ? എന്തെങ്കിലും സംസാരിക്കും അപ്പം തന്നെ ടൈപ്പിംഗ് അല്ലേ. അന്നത്തെ കാലത്ത് അങ്ങനെ നോമ്പുണ്ടായിരുന്നു. എന്തായത്? സംസാരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള നോമ്പുണ്ടായിരുന്നു. നോമ്പ് അതൊരു അത്ഭുതമാണ്. ഇവിടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരു ചർച്ച കൊണ്ടുവരുന്നുണ്ട്. എന്താ? നോമ്പിന്റെ പ്രതിഫലമായി അള്ളാഹു പറയുന്നു, അസ്സൗമു ലീ വഅന അജ്സീ ബിഹി. എന്താ അതിൻ്റെ അർത്ഥം? നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ്. അള്ളാഹ് പറയുകയാണ്, റമളാനിലെ നോമ്പ് എനിക്കുള്ളതാ, മറ്റു പിടിക്കുന്ന നോമ്പുകൾ എനിക്കുള്ളതാ, അതിൻ്റെ പ്രതിഫലം ഞാനാണ് കൊടുക്കുന്നത്. നോമ്പിനെ പറ്റി മാത്രമേ അള്ളാഹു ആ ഒരു വാക്യം പറഞ്ഞിട്ടുള്ളൂ. നിസ്കാരം അതെനിക്കുള്ളതാണ്, നിസ്കാരത്തിൻ്റെ പ്രതിഫലം ഞാനാണ് കൊടുക്കുന്നത്, അള്ളാഹ് പറഞ്ഞിട്ടില്ല. ഖുർആൻ അതെൻ്റെ കലാമാണ്, ഖുർആൻ ഓതുന്നവരുടെ പ്രതിഫലം, ഖുർആൻ ഓതുന്നവർക്കുള്ള പ്രതിഫലം ഞാനാണ് കൊടുക്കുന്നത്, അള്ളാഹു പറഞ്ഞിട്ടില്ല. പക്ഷേ അള്ളാഹ് പറഞ്ഞു, എന്ത്? നോമ്പ് എനിക്കുള്ളതാണ്, ആ നോമ്പിൻ്റെ പ്രതിഫലം ഞാനാണ് കൊടുക്കുന്നത്. ഈ ഒരു കാര്യത്തെ നമുക്ക് മറ്റൊരു രൂപത്തിൽ മജ്ഹൂലാക്കി പറയാം. അസ്സൗമു ലീ വഅന ഉജ്സാ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ആ നോമ്പിൻ്റെ പ്രതിഫലം എന്നെ കൊണ്ടാണ് നൽകുന്നത്. ഇങ്ങനെ ഒരു ചർച്ച മഹത്തുക്കൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് മഹത്തുക്കളായ ആരിഫീങ്ങൾ പറയാറുണ്ട്, അല്ലാഹുവേ പടച്ചവനെ, നിന്നെ കാണുന്നത് നരകത്തിലാണ്. അങ്ങനെ നിന്നെ കാണുന്നത് നരകത്തിലാണ്. അല്ലാഹുവേ, ബാക്കിയുള്ള എല്ലാ സുഖരസങ്ങളും സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ കടന്ന ഒരുപാട് സുഖരസങ്ങളുണ്ട്. പക്ഷേ സ്വർഗത്തിൽ അള്ളാനെ കാണാൻ പറ്റൂല. അള്ളാനെ കാണണമെങ്കിൽ നരകത്തിലേക്ക് പോകണം. അങ്ങനെ ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ആരിഫീങ്ങൾ പറയുന്നു, അല്ലാ, നിന്നെ കാണാൻ വേണ്ടി ആ സുഖരസങ്ങളുള്ള സ്വർഗത്തെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നതാണ്. ഇതാണ് നോമ്പിന്റെ പ്രതിഫലം. അതായത് അസ്സൗമു ലീ വഅന ഉജ്സാ ബിഹി. നോമ്പുകാരൻ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത് അള്ളാനെ കാണാൻ പറ്റലാണ്. തുഹി മാലികേ ബഹ്റോ ബർഹേ, തുഹി ഖാലികേ ജിന്നോ ബശർ ഹേ, തു അസലി ഹേ തു ബദലി ഹേ, തെരാ നാം അലി ഹേ അലീം ഹേ. അല്ലാഹുവേ പടച്ചവനെ, പാരാവാരമായി പരന്നു കിടക്കുന്ന നീല പരവതാനി വിരിച്ച ഈ ആകാശലോകത്തിനെയും ഈ ഭൂമിയെയും ഈ ഭൂമിയെ ചുറ്റിക്കിടക്കുന്ന 4 സമുദ്രങ്ങളെയും ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടെ ഊളിയിട്ട് പോകുന്ന ചെറുപരൽ മത്സ്യങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അല്ലാഹുവേ, നിന്നെ കാണാൻ ഞങ്ങൾ നരകം അതാണ് തിരഞ്ഞെടുക്കുക. അപ്പൊ നോമ്പുകാരന് കിട്ടുന്ന പ്രതിഫലങ്ങളിൽ ഏറ്റവും വലിയ പ്രതിഫലം എന്നുള്ളത് അത് അള്ളാനെ കാണാൻ പറ്റുക എന്നതാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധമായ റമളാൻ മാസം കടന്നു വരികയാണല്ലോ. ആ റമളാനിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങളിൽ നമ്മൾ പറയുന്ന ഒരു ദുആയുണ്ട്. എന്താണ് പറയുന്നത്? അല്ലെ, റമളാനിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ ചോദിക്കുന്നു അള്ളാഹിനോട്, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ. റമളാനിൻ്റെ രണ്ടാമത്തെ 10 കടന്നു വരുമ്പോൾ നമ്മൾ പറയുന്നു എന്ത്? അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ 10 നമ്മൾ 2 ദുആയാണ് പറയുന്നത്. മൂന്നാമത്തെ 10 വരുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നു അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് മോചനം തരണം, സ്വർഗത്തിലേക്ക് ഞങ്ങളെ കടത്തണം. അല്ലേ, അതാണ് ആ ദുആ. നരകം, സ്വർഗം, 2 കാര്യം പറയാം. എന്താണ് നരകം?
ഇന്നിപ്പോൾ നരകത്തെപ്പറ്റിയും സ്വർഗത്തെപ്പറ്റിയൊക്കെ ഏതെങ്കിലും ഒരു ഉസ്താദ് വാഴ് പറഞ്ഞാൽ അപ്പം തന്നെ ഇറക്കും കുറേ ലുട്ടാപ്പി കഥയും മായാവി കഥയൊക്കെ ആയിട്ട് കുറേ മൊയ്ലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് അല്ലേ. ഇന്ന് സ്വർഗത്തെപ്പറ്റി നരകത്തെപ്പറ്റിയൊക്കെ പറയുമ്പോൾ അങ്ങനെയാ. ഇന്ന് ഇതേ ഈ യുക്തിവാദി നിരീശ്വരവാദികളുടെ കാലമാണ്. എന്നാൽ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും സന്തോഷിക്കാനുള്ള ഒരു വക കൂടി ഞാൻ പറയാം. എന്താണ് സ്വർഗം, എന്താണ് നരകം? നിങ്ങൾക്കറിയുമോ? നരകത്തിന് 7 വാതിലുണ്ട്, സ്വർഗത്തിന് 8 വാതിലുണ്ട്. സ്വർഗത്തിന് 8 വാതിലുണ്ട്. സ്വർഗത്തിൻ്റെ ഒരു വാതിൽ, ആ ഒരു വാതിലിൻ്റെ വീതി എത്രയാണെന്നറിയോ? ഇപ്പോൾ നമ്മുടെ ഈ ഹോളിന് എത്രയോ വാതിലുണ്ട്. ഈ ഹോളിൻ്റെ വലിപ്പമുള്ള വാതിലല്ല നമ്മൾ വെച്ചിട്ടുള്ളത്. കഷ്ടിച്ചൊരു 3 പേര് 4 പേര് ഒന്നിച്ച് നമുക്ക് പോയി വരാൻ പറ്റുന്നൊരു വാതിലാണ്. സ്വർഗത്തിൻ്റെ ഒരു വാതിലിൻ്റെ വീതി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. മസീറത്തു ബൈന മക്ക വ ബുസ്റ, മക്കയിൽ നിന്നും ബസ്റയിലേക്ക്, ഇറാഖിലുള്ള ബസ്റയിലേക്കുള്ള ദൂരമാണ് സ്വർഗത്തിൻ്റെ ഒരു വാതിലിൻ്റെ വീതി എന്നാണ്. അതായത് എറണാകുളം ജില്ലയിൽ നിന്നും ഏകദേശം ഹൈദരാബാദ് അപ്പുറം ഇപ്പുറം ആ ഒരു ലോങ്ങാണ്, ആ ഒരു കിലോമീറ്റർ, ഏകദേശം 1200 സംതിങ് കിലോമീറ്റർ. അതാണ് സ്വർഗത്തിൻ്റെ ഒരു വാതിലിൻ്റെ വീതി എങ്കിൽ എന്താപ്പ സ്വർഗം? ലുട്ടാപ്പിക്കഥ വേർഷൻ 2.5 എന്നൊന്നും പറയണ്ട, ഇതാണ് അതിൻ്റെ സത്യം. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, നമ്മളാരും നിരീശ്വരവാദിയല്ല, യുക്തിവാദിയല്ല. അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നു. നരകത്തെപ്പറ്റി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ മാത്രം നരകത്തിൽ നിന്ന് മോചനം കിട്ടിയാൽ പോരാ, നിങ്ങളുടെ കുടുംബത്തെയും, നിങ്ങളുടെ മക്കൾ. ഉസ്താദെ, ഞാൻ മാത്രം നിസ്കരിക്കുന്നു പോരാ, വാപ്പാ നിങ്ങൾ സുബഹിക്ക് വരുമ്പോൾ കിടന്നുറങ്ങുന്ന ഭാര്യയെ ഉണർത്തണം, മക്കളെ ഉണർത്തണം. എന്നാലേ നിങ്ങൾ നിസ്കരിക്കുന്ന സുബഹി നിസ്കാരം കൊണ്ട് നാളെ അള്ളാഹിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടൂ. ഇല്ലെങ്കിൽ ആ സുബഹി നിസ്കാരം നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും അള്ളാഹു കൊടുക്കും. കാരണം എന്താ? ഭാര്യ മക്കൾ അവിടെ ചെന്ന് പറയും, പടച്ചോനെ മൂപ്പര് പള്ളിയിൽ പോയപ്പോൾ ഒന്ന് വിളിച്ചെങ്കിൽ ഞങ്ങൾ എഴുന്നേറ്റ് നിസ്കരിച്ചേനെ, മൂപ്പര് വിളിച്ചില്ല എന്നുള്ള പരാതി പറയും. അതുകൊണ്ട് നമ്മൾ മാത്രം നരകത്തിൽ നിന്ന് മോചിതരായ പോരാ, നമ്മുടെ കുടുംബവും മോചിതനാവണം. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് 2 കാര്യം. ഒന്ന് കല്ല്, 2 മനുഷ്യൻ. കല്ല്, ഒരു കരിങ്കല്ല് കത്തി 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 അത് ചാരമാവണം അല്ലേ? ചാരമാവണമെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ചൂട് പോരാ, 200 പോരാ, 500 പോരാ, 1000 പോരാ, 10000 പോരാ. ഇന്ന് ശാസ്ത്രം പറയുന്നു 2 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂടെങ്കിലും വേണം ഒരു കരിങ്കല്ല് കത്തിച്ചാരമാവാൻ. അപ്പോൾ അത്രമാത്രം ചൂടുള്ള നരകത്തിലേക്കാണ് പാപികളായ മനുഷ്യരെ പടച്ചോൻ പ്രവേശിപ്പിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ നരകത്തിൽ നിന്നുള്ള മോചനമാണ് ചോദിക്കുന്നത്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. പിന്നെ റമളാനിൻ്റെ 3-ാമത്തെ 10-ൽ വേറൊരു ദുആ കൂടി പറയും. ഏതാത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്ഫ. ഒരു തപ്പല അവിടെ, നാക്ക് നല്ലതുപോലെ പഠിക്കണം. ഉസ്താദ് പറയും എൻ്റെ കൂട്ടത്തിൽ ഇരുന്ന് അഫ്ഫ് എന്ന് നല്ല കുറച്ച് ഐനും ഫാ ഒക്കെ തെളിച്ച് പറയണം അവിടെ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ആ ദുആ. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ. ആ പുണ്യമായ ദുആ മറന്നു പോവണ്ട. പിന്നെ റമളാനിൽ 1 തൊട്ട് നമ്മൾ 30 വരെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ദിക്റുണ്ടല്ലോ അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, ഈ ഹാഫിളീങ്ങൾ അല്ലെ 30-ൽ വരുന്ന ഹാഫിളീങ്ങളുണ്ട്. ആ ഹാഫിളീങ്ങൾ അവർ പഠിച്ച ഖുർആനിൻ്റെ ആ ഫളല് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.